അക്കാഡമിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടല്ലോ, സമാനതകളില്ലാത്ത വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞത്. ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ഒരു വന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ സിനിമയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പല കഥകളും അന്നും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ പലതും ഊഹാപോഹങ്ങളോ ഭാവനയിൽ സൃഷ്ടിച്ച കഥകളോ എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ വരുമ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നവരാരും നമ്മളോട് അങ്ങനെയൊന്നും നേരിട്ട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒന്ന് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതൊരു വലിയ മാതൃകയാണ്. ശരിക്കും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത തരത്തിൽ, ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങൾ സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഒരു കമ്മിറ്റി പോലും രൂപീകരിക്കാൻ അവരാരും ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് കേരളം വലിയൊരു മാതൃക ആയി മാറുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആക്ഷേപം, അതേക്കുറിച്ച് പുറത്തു വരാൻ വൈകി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ആക്ഷേപം പറയാറുണ്ട്. ഒരു വ്യക്തിപരമായിട്ട് എനിക്കും ആ റിപ്പോർട്ട് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് സിനിമയിൽ ഉണ്ടാകുമായിരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് കുറേ കൂടിയൊക്കെ കാര്യക്ഷമമായി അതൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഒരു പക്ഷേ സർക്കാർ ഇത് എന്തുകൊണ്ട് ഇത്രയും ഒരു വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ അതിനിടയായിട്ടുള്ള ജസ്റ്റിസ് ഹേമ ഒരു ശക്തമായ കത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇത് അതിജീവിതകളെന്നോ ഇരകളെന്നോ ഒക്കെ പറയാവുന്ന ഇവരുടെ മൊഴികൾ അത് അവരുടെ വലിയ സ്വകാര്യതയുടെ ഒരു വലിയ ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും പുറത്തു പോകരുത്. അത് അവരുടെ ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്ന അയാളുടെ ഒരു മൗലികമായ അവകാശമാണ്, അയാളുടെ ഒരു റൈറ്റാണ്. അപ്പോൾ അത് പുറത്തു വിടാൻ പാടില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം കൂടി ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞത് എന്തുകൊണ്ട് സർക്കാരിന് ഇത് പുറത്തുവിടാൻ പറ്റാതെ വന്നു, അതിൻ്റെ ഒരു സാങ്കേതികമായ തടസ്സങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് വിവരാവകാശ കമ്മീഷണർ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ അടുത്ത്. അത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് പുറത്തു വിടണം, ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് വരട്ടെ, പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കൂടി ഒന്നാണ്. സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സമൂഹം നൽകുന്ന കാശ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് അറിയാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെതിരെയും ചില തടസ്സങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു തന്നെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നു, തീർച്ചയായിട്ടും അത് ആരോപണത്തിൽ അത് സത്യമുണ്ടാകാം, അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. അത് ഈ രാജിവെച്ച അദ്ദേഹം തന്നെ, നമ്മുടെ ചെയർമാൻ തന്നെ അത് പറഞ്ഞു. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് താൻ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹം രാജിവെച്ചത് തൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്, സർക്കാരിനെ അറിയാൻ ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട്. ആ ഒരു കല്ല്, അതിൽ വരുന്ന ഒരു കല്ലിൻ്റെ പേര് രഞ്ജിത്തെന്നാകരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്നൊക്കെ ഞാൻ ആ രാജിവാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞതും ഇത് തന്നെയാണ്, ഇതിന് പിന്നിലൊരു വലിയൊരു കോൺസ്പിറസി ഉണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് അദ്ദേഹം നിയമ നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതും ശരിയല്ല. അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ അദ്ദേഹം MLA ആണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ആരോപണം വരുന്ന സ്ഥിതിക്ക് അത് പാർട്ടി അതിനെക്കുറിച്ച് നന്നായിട്ട് പരിശോധിക്കും. ഗവൺമെൻറ് അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലെത്തും. വ്യക്തിപരമായി അദ്ദേഹവും അതിന് ഉചിതമായ ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും ഈ ഒരു കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ ഈ ആരോപണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ നമ്മൾ ക്രൂശിക്കുന്നത് ശരിയല്ല. ആരോപണത്തിൽ സത്യമുണ്ടാകാം, സത്യമുണ്ടായില്ല എന്നും വരാം. അത് പല ആരോപണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്തിയിട്ട് അത് തെളിഞ്ഞിട്ട് കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉചിതമായ ശിക്ഷ നൽകട്ടെ. ഇപ്പോൾ കോൺക്ലേവിൻ്റെ ഒരു കാര്യം പറഞ്ഞു. കോൺക്ലേവ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്താൻ ആലോചിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ സിനിമയിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ അവസ്ഥകളൊക്കെ സമഗ്രമായി ചർച്ച ചെയ്യുകയും ഏറ്റവും കൃത്യതയോടുകൂടി അതിന് ഒരു വ്യക്തത വരുത്തുകയും അത് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ഏത് രീതിയിലൊക്കെ ആകണം എന്ന് തീരുമാനമെടുക്കാനും എന്തെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതെല്ലാം
പരിഹരിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണം സിനിമാ രംഗത്ത്, ഒരു നവീകരണം, ഭാവിയിലെ സിനിമയെ വളരെ ശക്തമായിട്ട് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തു പകരാൻ വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത്. അവിടെ ഇതിനോട് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം. ഇതിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അനഭിമതരായിട്ടുള്ളവർ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ദൃഷ്ടിയിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിക്കണം. അവർ പറയണം, ഇത് അവരോടൊപ്പം ഞങ്ങൾക്ക് വേദി പങ്കെടുക്കാൻ, ഇപ്പോൾ ഇരകളും വേട്ടക്കാരും എന്നൊക്കെ ഉള്ള പദപ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്, അത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അവർക്കങ്ങനെ വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അവരെ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ അത് വേണ്ടപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടവർ അത് ആലോചിച്ച് അതിലൊരു തീരുമാനമെടുക്കും. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു വളരെ വിശുദ്ധന്മാരുടെ ഒരു സമൂഹം, അവിടെ സിനിമയിലുള്ള കുറച്ച് പേർ മാത്രമാണ് ഏറ്റവും പാപികൾ, അവരാണ് ഏറ്റവും കുഴപ്പക്കാരെന്ന രീതിയിലാണ് ഒരു പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ പാപിനിയായ ഒരു സ്ത്രീ, ഏറ്റവും നികൃഷ്ട ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആക്രോശിച്ചുകൊണ്ട് വലിയ കല്ലുകളുമായി അവരെ ഓടിക്കുന്ന ഒരു വലിയ ആർത്തട്ടഹസിച്ചു വരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലേക്ക് യേശുക്രിസ്തു വരികയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ആർത്തട്ടഹസിച്ചു വന്ന സമൂഹം മുഴുവൻ നിശബ്ദമായി. അവരുടെ കൈകളിലിരുന്ന കല്ലുകൾ താഴെ വീണു. അവർ തലകുനിച്ച് ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. തീർച്ചയായിട്ടും പാപം ചെയ്തവരും കുറ്റം ചെയ്തവരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷെ അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെയും കുടുംബങ്ങളെക്കുറിച്ചും അവരുടെയും ചില വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അത് അവരുടെ ഒരു മനുഷ്യ അവകാശം കൂടിയാണ്. അതിനെ കൂടി ഒരു പരിധിവരെയെങ്കിലും മാനിക്കാൻ പൊതുസമൂഹവും മാധ്യമങ്ങളും തയ്യാറാവുക വേണം. WCCയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ വളരെ ശ്ലാഘിക്കുന്ന ഒരാളാണ്. നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരുടെയൊക്കെ ഒരു വലിയ പോരാട്ടത്തെ നമ്മൾ സല്യൂട്ടാണ് അവർക്ക്. കാര്യം അവരൊക്കെ അന്ന് അത്രയും ഒരു ശക്തമായി അതിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് പിന്നെ ആ പ്രിയപ്പെട്ട ആക്രമിക്കപ്പെട്ട സഹോദരി, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ എന്തെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ നമ്മുടെ സ്ത്രീകൾ ആ അപമാന ഭാരത്തിൽ ഇങ്ങനെ കുറ്റബോധത്തോടെ കുനിഞ്ഞിരുന്ന് സമൂഹത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല അവർ ധൈര്യമായിട്ട് പുറത്തു വരികയും പൊതുസമൂഹത്തിലേക്ക് വരികയും തങ്ങൾക്ക് നേരിട്ട തിക്താനുഭവത്തെക്കുറിച്ച് പരാതിപ്പെടേണ്ട വേദികളുണ്ടെങ്കിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. അവർ ശരിക്കും ഇതിൻ്റെ ഒരു പോരാട്ടം നടത്തേണ്ടുന്ന ഒരു സഹോദരി ആ രീതിയിൽ ഒരു വലിയ പോരാട്ടത്തിന് മുന്നിൽ വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയ ക്രിമിനൽ ജയിലിൽ കിടക്കുന്നത്. ആ അന്വേഷണം ഇപ്പോൾ ഇത്രയേറെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ നിയമപരമായ ഒരു ഇതിലിരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പോരാട്ടത്തിന് സജ്ജമാക്കാൻ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി ഇങ്ങനൊരു ഇത് രൂപപ്പെട്ടതും അത് പിന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതും. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിപ്പോൾ നമ്മുടെ ഒരു സിനിമയുടെ ഒരു ചെറിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ മാത്രം ഒതുക്കി നിർത്തി ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. ഇത് അവിടുത്തെ സ്ത്രീകളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒന്നുമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയുമാണ്. ഇവിടെ എവിടെയും ഏത് മേഖലയിലും ഒരു ചൂഷണം നേരിടുന്ന, ഒരു പീഡനം നേരിടുന്ന സ്ത്രീകൾ, ഒരു അതിക്രമം നേരിടുന്ന സ്ത്രീകൾ, അവരെയെല്ലാം പ്രചോദിപ്പിക്കുന്ന, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്ന, അവർക്കൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന അങ്ങനെ ഒരു റിപ്പോർട്ടായിട്ട് കൂടി ഇതിപ്പോൾ മാറുകയും ഇതൊരു പുതിയ ഒരു കാലത്ത്, വർത്തമാനകാലത്ത് ഇത് സ്ത്രീകളുടെ മുഴുവൻ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലൊരു വലിയ ചർച്ചയായി ഇത് മാറുകയും ഇത് സ്ത്രീകളുടെ ഒരു പുതിയ ഒരു നവോത്ഥാനം പോലെ ആയി മാറുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടെന്ന് ഞാൻ പറയും. അതിനകത്ത് കുറേ വസ്തുതയുണ്ട്. ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സിനിമാ മേഖലയുടെ കാര്യത്തിൽ ഒരു നേരിട്ടുള്ള ഒരു നിയന്ത്രണമോ ഒരു ഇടപെടലോ ഒന്നും ഇപ്പോൾ സർക്കാരിന് അത്രയേറെ സാധ്യമല്ലാത്ത രീതിയിൽ സിനിമ എന്നത് സർക്കാരിന് അങ്ങനെ നേരിട്ട് നിയന്ത്രണമുള്ള ഒരു മേഖലയല്ല. അവിടെ നടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ വിവരങ്ങളുടെ ഒരു വിവരശേഖരണമെങ്കിലും ശരിക്കും സർക്കാരിൻ്റെ ഒരു തലത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ സംഘടനകൾക്ക് ഇവിടെ വലിയ സ്വാധീനമുണ്ട്, അവരുടെ വലിയ ശക്തമായ പ്രവർത്തനമുണ്ട്. അത് അവിടുത്തെ അംഗങ്ങൾക്ക് സിനിമാ മേഖലയ്ക്കൊക്കെ വളരെ ഗുണപ്രദമായ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. അവരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ എല്ലാം അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനകത്തൊരു കടന്നുകയറ്റമൊന്നും ഉണ്ടാകരുത്. പക്ഷേ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സിനിമാ മേഖലയെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു ചിത്രം സർക്കാരിന് ഉണ്ടാകണം. ആ സിനിമാ മേഖലയുടെ ഒരു വിവരശേഖരണമെങ്കിലും പ്രാഥമികമായിട്ട്
നമ്മുടെ ഓരോ വർഷവും ഉണ്ടാകുന്ന സിനിമകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സംവിധാനമെങ്കിലും ചുരുങ്ങിയ പക്ഷം സർക്കാരിൽ അങ്ങനെ ഒരു സംവിധാനമെങ്കിലും ഉണ്ടാവണം. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ രംഗത്ത് പലപ്പോഴും നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഓരോ വർഷവും 25 കോടിയിലധികം ചിലവഴിക്കുന്നുണ്ട്. KSFDCക്ക്, ചലച്ചിത്ര അക്കാദമിക്ക്, ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നതിന്, ക്ഷേമനിധിയുടെ കാര്യത്തിൽ, അതുപോലെ സംസ്ഥാന ഫിലിം അവാർഡ് നൽകുന്ന, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്കായിട്ട് ഇത്രയും വലിയൊരു തുക ഈ മേഖലയുടെ ഉന്നമനത്തിനും ഈ മേഖലയുടെ വലിയ രീതിയിലുള്ള ഒരു ക്രിയാത്മകമായ മുന്നോട്ട് പോക്കിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബഡ്ജറ്റ്, ഒരുപാട് തുക ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ മേഖലയിൽ ഗവൺമെൻറ്റിന് പലപ്പോഴും ഫലപ്രദമായി ഇടപെടാൻ പറ്റാതിരിക്കുന്നത് ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ ഒരു അപാകത. അത് തന്നെയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ അന്ന് ഇത് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അതിനകത്ത് കുറച്ചുകൂടി കടന്ന ഒരു രീതിയിൽ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയും ഇത് ഇവിടെ ഒരു സിനിമ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുകയും അത് പൂർണ്ണമായും സിനിമാ രംഗം ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുകയും ഒക്കെ വേണം എന്നുള്ള ഒരു വലിയ നിഗമനത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ അതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയോ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല.